അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ ഉദയ്പൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ എത്തി. ആൻഡ് നമ്മളിപ്പോൾ റെൻറ്റൽ എടുത്തിരിക്കുന്ന വണ്ടിയായിട്ട് ഉദയ്പൂരിലേക്ക് പോവുകയാണ്. ആൻഡ് ഇത് നമ്മളുടെ ലേക്ക് പിച്ചോളയാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ലേക്ക് പിച്ചോള ഹോട്ടലിലെത്തി. ആക്ച്വലി ഞങ്ങളുടെ ചെക്ക് ഇൻ കുറച്ച് ഏർലി ആയിരുന്നു, ബട്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ. നമുക്കവിടെ ആക്സസ് ഉണ്ടായിരുന്നു ഏർലി ആണെങ്കിലും. സോ ഇതാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം ഏർലി ചെക്ക് ഇൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും നമ്മളുടെ റെൻ്റൽ വണ്ടിയിൽ ഒരു 60 കിലോമീറ്റേഴ്സ് മാറി നമ്മൾ രാജ്സമന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ രാജ്സമന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലേക്കും കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഇപ്പോൾ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ട്രൂ, നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ സ്ഥലം കാണാൻ. ആൻഡ് നമ്മളിവിടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇങ്ങോട്ടേക്കുള്ള ജേർണിയും നല്ല രസമായിരുന്നു. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേകതരൊരു ഹിഡൻ സ്പോട്ട് അന്വേഷിച്ച് വന്നതായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഹിഡൻ സ്പോട്ടിലെത്തി അല്ലേ വിഷ്ണു? പക്ഷെ ഇത് ഭയങ്കര ഹിഡൻ ആയിരുന്നു, കണ്ടുപിടിക്കാൻ കുറേ പാടുമായിട്ട്. ഇത് ആക്ച്വലി ഉദയ്പൂരിൽ നിന്നും ഒരു 60 കിലോമീറ്റർ ബൈ റോഡ് ട്രാവൽ ചെയ്ത് രാജ്സമന്ദ് എന്ന് പറയുന്ന ഒരു ഇവിടെ ഭയങ്കര വെയിലാണ്. രാജ്സമന്ദ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് രാജസ്ഥാനിൽ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ലേക്കും ആൻഡ് ഓൾസോ കുറച്ച് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. കാണിച്ചു തരുന്നുണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ രാജ്സമന്ദിലെ ഈ ഒരു പ്ലേസ്. യൂഷ്വലി ഉദയ്പൂർ വന്ന് കഴിയുമ്പോൾ നമ്മളൊരു ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഉള്ള സ്ഥലങ്ങൾ നോക്കാനാണ് പതിവായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് മാറി നമ്മൾ പോയാൽ ഈ ഒരു ഹിഡൻ സ്പോട്ടിൽ എത്താൻ പറ്റും. ആൻഡ് ഇതാണ് നമ്മൾ താമസിക്കുന്ന ലേക്ക് പിച്ചോളയിലെ ഹോട്ടൽ. സോ ഇതെനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, ബിക്കോസ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ ഒരു ടിപ്പിക്കൽ രാജസ്ഥാനി സ്റ്റൈലിലാണ് അത് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. സോ ഇത് നമ്മുടെ ഹോട്ടൽ തന്നെയാണ് ലേക്ക് പിച്ചോള. ആൻഡ് അതിനുശേഷം നമ്മളെപ്പോഴും വരുന്ന ഈ ഒരു സ്പോട്ടിലേക്ക് തന്നെ വന്നു, ബിക്കോസ് ഇത് എത്ര കണ്ടാലും ഭയങ്കര ബ്യൂട്ടിഫുൾ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് ഓപ്പോസിറ്റ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ കാണാൻ പറ്റും. ആൻഡ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങി ഒപ്പം നമ്മൾ ഓപ്പോസിറ്റ് കണ്ട ആ ഒരു ഓൾഡ് ഉദയ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ നമ്മളിപ്പം ഉള്ളത് ലേക്ക് പിച്ചോള. ദിസ് ഇസ് ലേക്ക് പിച്ചോള. ആൻഡ് ഓപ്പോസിറ്റ് കാണുന്നതാണ് ഒരു ഗാംഗോർ ഘട്ട് ആണെന്ന് എനിക്കറിയില്ല. മീൻസ് അതൊരു സൺസെറ്റ് വ്യൂ പോയിന്റും കൂടെയാണ്. അവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റ് നന്നായിട്ട് കാണാം. ആൻഡ് ഇത് പർട്ടിക്കുലർലി ലേക്ക് പിച്ചോള ഹോട്ടലാണ്. ഇവിടെ ശരിക്കും രാവിലെ വരുമ്പോൾ നൈസായിട്ട് സൺറൈസ് കാണാനും പറ്റും. ഓക്കെ, സോ നമ്മൾ അറിയത്തില്ല, ഇവിടെ ബോട്ട് റൈഡിംഗ് ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ വ്യൂ, എസ്പെഷ്യലി ഒരു സൺസെറ്റിന് ശേഷം. പക്ഷേ നമ്മളിപ്പം ബോട്ട് റൈഡ് എടുക്കുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ട്രീറ്റ്സിലൂടെ നടന്ന് സോ നമുക്ക് ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ജസ്റ്റ് ഇവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സ്ട്രീറ്റ്സ് ആക്ച്വലി ഭയങ്കര നാരമാണ്, അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തില്ല. നടന്നു പോകാനുള്ള ഡിസ്റ്റൻസിൽ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര നാരോ സ്ട്രീറ്റ്സ് ആണ്. നമ്മൾ ആക്ച്വലി റെൻ്റൽ കാർ എടുത്തു, പക്ഷേ ഇതിലേക്കൂടെ പോകാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ നടക്കാൻ എല്ലാ പ്ലേസസും ഭയങ്കര അടുത്തടുത്താണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ജഗദീഷ് ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇതും ആക്ച്വലി ഉദയ്പൂരിൻ്റെ ഒരു ഓൾഡ് ഉദയ്പൂരിൽ തന്നെയാണ്. ആൻഡ് ഇതാണ് അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ. ആൻഡ് ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗാംഗോർ ഘട്ടിലാണ്. സോ നമ്മളിപ്പോൾ ഈ കാണുന്ന ഹോട്ടൽ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലേക്ക് പിച്ചോള ഹോട്ടൽ. ആൻഡ് ഈ ഗാംഗോർ ഘട്ടിൽ ഒരുപാട് പീസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ താജ് ഹോട്ടൽ. ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന എല്ലാ ബിൽഡിങ്സും ചിലത് ഹോട്ടൽസാണ്, ബിക്കോസ് അവിടുന്ന് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിട്ടുന്നത്. ആൻഡ് അതിനുശേഷം ഇവിടുത്തെ ബാഹോർ കി ഹവേലി വളരെ ഫേമസ് ആണ്. ആൻഡ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് റൂഫ് ടോപ്പ് ഹോട്ടൽസ് ഉണ്ട്. സോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലേക്ക് പിച്ചോളയുടെ ടോപ്പിൽ തന്നെയാണ് ഊപ്രെ എന്ന് പറയുന്ന ഹോട്ടൽ. ആൻഡ് ഊപ്രെ എന്ന് പറയുന്ന റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ്. ആൻഡ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. സോ നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു ഫോർ ദിസ് വ്യൂ. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞങ്ങൾ ഉദയ്പൂർ തന്നെയാണ്.
ഇന്നും കൂടെ ഉള്ളൂ നമ്മൾ ഉദയ്പൂർ. നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് എന്താണെന്നറിയില്ല, ലെറ്റസ് സീ. ഇന്നത്തെ പ്ലാൻ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെയാണ് ഞങ്ങൾ കൂടുതലും ട്രിപ്സ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്ലാനിങ് ഒന്നുമില്ല, വിൽ ജസ്റ്റ് സീ വാട്ട് കംസ് നെക്സ്റ്റ്. ഓക്കെ. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റിൽ ഉദയ്പൂർ തന്നെയാണ്. ആൻഡ് ടുഡേ നമ്മൾ എൻഡ് ചെയ്യുകയാണ് ഉദയ്പൂരിലെ എല്ലാ കാര്യങ്ങളും. ആൻഡ് നാളെ മോർണിംഗ് വി വിൽ ബി ഹാവിങ് ഫ്ലൈറ്റ് ബാക്ക് ടു കൊച്ചി. ആൻഡ് ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് എന്താ ചെയ്യേണ്ടത് ഒരു പ്ലാനും ഇല്ല. സിംപ്ലി ഇപ്പോൾ ഞങ്ങൾ ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നതാണ്. ആൻഡ് ദിസ് പ്ലേസ് ഇസ് ആക്ച്വലി കാണാമല്ലോ, ഫോട്ടോഗ്രാഫ്സിന് പറ്റിയ സ്ഥലമാണ്. സോ നമ്മൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോയത് സിറ്റി പാലസിലേക്കാണ്. ഇതാണ് സിറ്റി പാലസ് ഉദയ്പൂർ. ഇത് ഭയങ്കര ഭംഗിയാണ് സിറ്റി പാലസ്. എനിക്ക് ജയ്പൂരിലെ സിറ്റി പാലസിനേക്കാളും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടെ വരാനും ഏറ്റവും പെർഫെക്റ്റ് ടൈം ഒരു 9:30, 10 ആ ഒരു ടൈം തന്നെയാണ്. ബിക്കോസ് ലെസ് ക്രൗഡ് ആയിരിക്കും. നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്തെല്ലാം കാണാൻ പറ്റുന്ന ഒരു ടൈം കൂടെയാണിത്. लब नमक रमे ना मिसरी कैसी तेरी खुद वर्जी, तुझे प्रीत पुरानी दूसरी, मस्त मौला मस्त कलंदर, तू हवा का एक बवंडर, बुझ के यूं अंदर ही अंदर क्यों रहेगा रे कबीरा मान जा. അങ്ങനെ നമ്മുടെ ഒരു ലാസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള മൺസൂൺ പാലസിലേക്ക് പോകാൻ. ആൻഡ് ഇത് കുറച്ച് ഹൈറ്റിലാണ്. ഇങ്ങോട്ടുള്ള ഡ്രൈവും വളരെ അടിപൊളിയായിരുന്നു. ഹായ് ഗായ്സ്, ആൻഡ് പ്രോബബ്ലി നമ്മൾ ഉദയ്പൂരിൽ കാണുന്ന ഒരു ഫൈനൽ സ്ഥലമാണിത്. ദിസ് ഈസ് ആക്ച്വലി മൺസൂൺ പാലസ് ബൈ ദ കിങ്സ്. മൺസൂൺ പാലസ് അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആൻഡ് ഓൾസോ ഇത് ഇങ്ങോട്ടേക്ക് വരാനും ഭയങ്കര രസമായിരുന്നു. നമ്മൾ സെൽഫ് ഡ്രൈവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ രസമായിരുന്നു ആ ഒരു റൂട്ട്. ആൻഡ് നമ്മളിപ്പോൾ ദൂരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ നിന്ന സിറ്റി പാലസ്. സോ അത്രയും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇവിടുത്തെ സൺസെറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇച്ചിരി ക്രൗഡഡ് ആണ്. എനിവേസ് നമ്മളതും കണ്ടു. അവസാനം നമ്മൾ തിരിച്ച് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി. ബൈ ബൈ.